ആ കുട്ടികളെ നമുക്ക് തുടങ്ങാം. ഇയോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പോ നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 5 കൾച്ചർ ആൻഡ് നാഷണലിസം, അഥവാ ചാപ്റ്റർ നമ്പർ 5 സംസ്കാരവും ദേശീയതയുമാണ്. അപ്പോൾ നോട്ട് കിട്ടിയായിരുന്നോ? അതിന്റെ നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? സംസ്കാരവും ദേശീയതയുടെ നോട്ട് കിട്ടിയില്ലായിരുന്നോ? കിട്ടിയ പിള്ളേരെ? ഓക്കെ. ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സിന്റെ നോട്ട് കിട്ടാനുണ്ടോ? പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ ഏതെങ്കിലും നോട്ട്സ് ഇനി കിട്ടാനുണ്ടോ? പഠിപ്പിച്ചു കഴിഞ്ഞതിന്റെയോ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയോ? സോഷ്യൽ സയൻസ് 1 ഉണ്ടോ? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നമുക്കപ്പോൾ നമ്മളുടെ ബാക്കി ഭാഗം നോക്കാം. ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇൻഡ്യൂഷൻ ഓഫ് Western arts and education in Indian traditional arts. Many initiatives was taken to defend the cultural invasion and promote traditional art. Kerala Kalamandala in the Cheruthurthi village of Thrissur, founded by Mahakavi Vallathol. Mahakavi Vallathol Narayana Menon was one of the such initiative. Kerala Kalamandalam in 1937, ആ വർഷം ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കണം. കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിൽ ആരംഭിച്ചത് 1937. Who was the Kerala Kalamandalam founded by Dash? Who was the Kerala Kalamandalam founded? Year in 1937. 1937 കേരളത്തിന്റെ മഹാകവിയായിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോൻ തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമമായ ചെറുതുരുത്തിയിൽ ആരംഭിച്ചതാണ് കേരള കലാമണ്ഡലം. മനസ്സിലായോ? Mahatma Gandhi proposed a special education plan this is called Warthood Education Plan. Its major objectives was vocational education. He thought that vocational training during the education would help build a good future. Gandhiji believed that such a generation could
defend the British. Gandhiji in Vardhaga Education Conference 9th Talim, Gandhiji proposed that education should be related to some productive occupation. He recommended free and compulsory education in mother tongue. In mother tongue for all children 8 to 14 years. This perspective of education is known as Ninth Talim. New education in 1937. The Vardhaga Conference of the Indian National Congress appointed a committee headed by the Dr. Zakir Hussain to study the system of education. അതായത് പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കുന്നതിനായിട്ട് ഇന്ത്യയില് നിരവധിയായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നു വന്നിരുന്നത്. പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കുന്നതിനായിട്ട് നിരവധിയായിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയിൽ നടന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിന്റെ മഹാകവിയായിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോൻ, അദ്ദേഹം വള്ളത്തോൾ നാരായണ മേനോൻ തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തില് കേരള കലാമണ്ഡലം ആരംഭിച്ചത്. മനസ്സിലായോ? അതേപോലെ തന്നെ 1937 മഹാത്മാഗാന്ധി ഒരു വിദ്യാഭ്യാസ നയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. വർഷം 1937 വർഷം നോട്ട് ചെയ്തിടണം. 1937 ഗാന്ധിജി പുതിയ ഒരു വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്താനായിട്ട് തുടങ്ങി. ഇതിന്റെ പേരാണ് വാർദ്ധക വിദ്യാഭ്യാസം അഥവാ വാർധാ വിദ്യാഭ്യാസം. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അഥവാ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. The Vardhaga education main objective is vocational education അഥവാ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മനസ്സിലായോ? അദ്ദേഹം ഈ വർദ്ധക വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഇതിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ
വർദ്ധക വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ എന്തെങ്കിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉണ്ടായാൽ ആ പൗരൻ അത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മനസ്സിലായോ? അദ്ദേഹം വിശ്വസിച്ചു. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അതിന് ഗുണം ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഒരു ചിന്ത നടത്തിയത് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറ ഉണ്ടാവും. ഈ തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാമെന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം അങ്ങനെയാണ് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. മനസ്സിലായോ? അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഗാന്ധിജിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, വിശ്വഭാരതിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ടാഗോറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ജാമിയ മില്ലിയയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ചിട്ടുള്ള കേരള കലാമണ്ഡലത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജി വാർത്താ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഓക്കെ, ടീച്ചറിന് വരാം. ടീച്ചറിന്റെ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. അപ്പൊ അടുത്ത ആഴ്ച മുതൽ നമ്മള് ഈ ഗൂഗിൾ മീറ്റ് മറ്റേ നമ്മളുടെ ക്ലാസ് റൂമിലുള്ള ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടോ ഇതിനകത്ത്? മലയാളം മീഡിയംകാരാരുള്ള ജോയിൻ ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? പത്തേക്കാരാരാ ഉള്ള ഇതിനകത്ത്? ഗൂഗിൾ മീറ്റിനകത്ത് ആരാ ഉള്ള? ബീകാരാരാ ഉള്ള? വിവേക്, നിങ്ങളുടെ ക്ലാസ്സിൽ ഇനി ആരാണ് ജോയിൻ ചെയ്യാനുള്ളതാ? ക്ലാസ് റൂമില് 10B-ല് നോക്കണേ. ഓക്കെ. അപ്പോൾ നൈൻ താലീം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ റീഡിങ്ങിന് അവിടെ കൊടുത്തിട്ടുള്ളതാണ്. അതെന്താണെന്ന് നമുക്ക് വേഗത്തിലൊന്ന് നോക്കിപ്പോകാം. ഗാന്ധിജി ഒരു നിർദ്ദേശം വെച്ചത് ഉത്പാദക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തൊഴിലുമായിട്ട് വേണം കുട്ടികൾ മുന്നോട്ട് പോകാൻ എന്ന് അദ്ദേഹം പറയുന്നു. മനസ്സിലായോ? അദ്ദേഹം നിർദ്ദേശിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ചാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നത്. അല്ലേ? ഈ ഒരു പ്രായത്തിനിടയ്ക്ക് നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളെ സ്കൂളിൽ വിടാതിരുന്നാൽ അവരെ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ സ്കൂളിൽ അയക്കാനുള്ള നിയമമുണ്ട് നമ്മുടെ രാജ്യത്ത്. മനസ്സിലായോ? അതേപോലെ തന്നെ 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അതേപോലെ തന്നെ ആ പഠനം മദർ ലാംഗ്വേജിൽ അഥവാ മാതൃഭാഷയിലായിരിക്കണമെന്നും ഗാന്ധിജി പറയുന്നുണ്ട്. മനസ്സിലായോ?
ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയെ നയീം താലീം അഥവാ നൂതന വിദ്യാഭ്യാസ പദ്ധതി അഥവാ ന്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗാന്ധിജിയുടെ ഈ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഡോക്ടർ സക്കീർ ഹുസൈനെ നിയോഗിച്ചു. വർഷം ഓർത്തിരിക്കുക, 1937 അഥവാ 1937. ഓക്കെ, ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? അവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആ പട്ടിക വേഗം നോക്കി. വേഗം നോക്കി. ഓക്കെ, നോക്കിയോ? ഓക്കെ, ഫില്ല് വല്ലതും ഉണ്ടോ അതിനകത്ത്? ഓക്കെ, അടുത്തത് ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം ആണ്. സാഹിത്യവും ദേശീയതയുമാണ്. മനസ്സിലായോ? എന്താണ്? സാഹിത്യവും ദേശീയതയുമാണ് അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, the protest against the British ruler as well as social evils existed in the Indian society reflected in Indian literature. Writers in various parts of the India illustrated the agonies and the atrocities faced by the people. The readers in other parts of experienced these sorrows as was and ventured to fight them collectively. Writers share their resentment with the people too. Bankim Chandra poetry, tales, novels, dramas, etc. This developed among the people a sense of patriotism and descent towards the foreign dominance.
patriotic songs in regional language bridged the gap between upper class literacy and the illiterate mass. Dinabandhu Mitra, the concept of Bharat Mata was first presented in public through a written by the Sushil Kumar Ghosh and Satyendranath Tagore. Bankim Chandra Chatterjee, a famous Bengali writer, adopted novels, a Western form of literature, as a medium to portray the plight of the Indian society of his novels. The most notable this is Ananda, based on the Sannyasi revolt of the Bengali peasants. He could well illustrate the agony of the Bengali farmers and disparity between rich and poor. In the Bengali society, thus Indian society came to know about the predicament of the Bengali. The song Vande Mataram is taken from this novel. അതായത് ഇനി നമ്മള് സാഹിത്യവും ദേശീയതയാണ് നോക്കാൻ പോകുന്നത്. അവരിന്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ. അവരിന്റെ ചുണ്ടുകൾ മുറിക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ. പക്ഷേ എന്റെ ആശയങ്ങൾ മുറിക്കാൻ അവർക്ക് സാധിക്കയില്ല. നാരായൺ ചക്മസ്റ്റ് ഇദ്ദേഹം ഉറുദു ഭാഷയിലെ ഒരു കവിയാണ്. ഉറുദു ഭാഷയിലെ കവിയായ ആള് പറഞ്ഞ വാക്യമാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? ഇത് പറഞ്ഞത് ഉറുദു കവിയായിട്ടുള്ള ബ്രിജ് നാരായണൻ ചക്മത് ആണ് ഇത്തരത്തിലൊരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനും അവരുടെ ചൂഷണങ്ങൾക്കൊക്കെ എതിരായിട്ട് രചിച്ച കവിതയുടെ ചില വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹിത്യ കൃതികള് ഇന്ത്യയുടെ 19-20 നൂറ്റാണ്ടുകളില് വിവിധ ഭാഷകളിൽ രചിക്കപ്പെട്ടു. അപ്പോൾ അതിന് ചില സാഹചര്യങ്ങളുണ്ട്.
അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഇത് സാഹിത്യത്തിൽ പ്രതിഫലിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ അവരുടെ ചൂഷണ നയങ്ങളോടും സാമ്പത്തിക നയങ്ങളോടും ഒക്കെയുള്ള എതിർപ്പ് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള രചനകളിൽ രചനകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. രാജ്യത്തിന്റെ ഓരോ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾ ദുരിതങ്ങളും അതേപോലെ തന്നെ പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം സാഹിത്യകാരന്മാര് തങ്ങളുടെ കൃതികളില് ചിത്രീകരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഇത് വായിച്ചു കഴിഞ്ഞ ഇന്ത്യയിലെ മറ്റു വിഭാഗം ജനങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തങ്ങളുടേത് കൂടിയാണെന്ന് അവര് മനസ്സിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? ഇത്രയും ഭാഗം കവിതകള്, കഥകള്, നാടകങ്ങള്, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം പങ്കുവച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവര് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് കൂടുതൽ ശക്തമാക്കി. അവരുടെ ചൂഷണ നയങ്ങളോടുള്ള എതിർപ്പ് അതിന്റെ പൂർണ്ണാവസ്ഥയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ മാതൃഭാഷകളെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായിട്ടുള്ള ഇല്ലിറ്ററി ആയിട്ടുള്ള സാധാരണ ജനങ്ങളും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസം ലഭിച്ച സാധാരണക്കാരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് കാരണമായി. സുശീൽ കുമാർ ഘോഷ്, അതേപോലെ തന്നെ സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനെ തുടർന്ന് ബംഗാൾ സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കുന്നതിനുള്ള ഒരു വേദിയൊക്കെ അദ്ദേഹം മാറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ബംഗാളിലെ സന്യാസിമാർ അവരെ കുറിച്ചുള്ള ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം, ഒരു സന്യാസി കലാപം പ്രമേയമാക്കി രചിക്കപ്പെട്ട ആനന്ദമഠം, ആനന്ദമഠമാണ് അദ്ദേഹത്തിന്റെ നോവലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്.
അപ്പോൾ ഇത്തരത്തിലൂടെ അദ്ദേഹം ബംഗാളിലെ സമ്പന്നരുടെ അവസ്ഥയും സാധാരണക്കാരുടെ അവസ്ഥയും ഇവ തമ്മിലുള്ള വ്യത്യാസവും, അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസം ഒക്കെ തന്നെ ഇന്ത്യയിലെ മറ്റ് വിഭാഗങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഈ ഒരു കൃതിയിൽ നിന്നുമാണ് വന്ദേ മാതരം എന്ന ഗാനം രചിക്കപ്പെട്ടിട്ടുള്ളത്. ചാറ്റർജിയുടെ, അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാവം മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. നീലദർപ്പണെ പ്ലേ written by the ബംഗാളി റൈറ്റർ ആയിട്ടുള്ള ദീനബന്ധു മിത്ര depicted the severe exploitation suffered by the indigo farmers. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് നീല കർഷകരെ കുറിച്ചുള്ള പല കാര്യങ്ങളും, അല്ലെ? അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചു എന്നുള്ളതൊക്കെ തന്നെ നമ്മള് പഠിച്ചതാണ്, അല്ലെ? അത് നിങ്ങൾക്കറിയാം. മനസ്സിലായോ? ഓക്കെ. സമയം എത്ര പിള്ളേരെ? ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? ഓക്കെ. സോ ബാക്കി നോക്കാം. In Bengal, it was staged in many places and greatly influenced the people. Indian Association, a political movement floated by Surendranath Banerjee, campaigned for the welfare of the Bengali farmers, taking cue from the issues depicted in നീലദർപ്പൺ. ഇതൊരു നാടകമാണ് കേട്ടോ പിള്ളേരെ. നീലദർപ്പൺ is a typical drama. This play triggered farmers unrest in various parts of the country. Muhammad Iqbal, Urdu poet Alamat Muhammad Iqbal, who penned the famous patriotic song Sare Jahan's Hindustan Hamara, praised the beauty of the India's nature and unity of its people, created the expression of Indian writers helped to inculcate the concept of a unified
India, among the public, many writers from the different languages of the contributed patriotic and nationalistic words to Indian literature. കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നീലദർപ്പൺ എന്ന നാടകത്തിലൂടെ വളരെ ഹൃദയഹാരിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന കൃതിയുടെയും ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. മിത്രയുടെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കൃതിയായ നീലദർപ്പണിന്റെ ഒരു ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാടകം 100 കണക്കിന് വേദികളിലാണ് ഇത് അരങ്ങേറിയത്. ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ നാടകം വരവേറ്റത്. എല്ലാവരും അത് കണ്ടു. മനസ്സിലായോ? എല്ലാ ജനങ്ങളും ഈ നാടകം കണ്ടു. അങ്ങനെ നീലം കർഷകരുടെ പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ലോകത്തിന് മുന്നിലെത്തിച്ചു. അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ അവർക്ക് ഈ നാടകത്തിലൂടെ ദീനബന്ധു മിത്രയ്ക്ക് സാധിച്ചു. മനസ്സിലായോ? അങ്ങനെ നീലദർപ്പൺ എന്ന ഇതിന്റെ ആശയങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തന്നെ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ നാടകം മറ്റൊന്നിനുകൂടെ പ്രചോദനമായി തീർന്നു. ഈ നാടകത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർഷക കലാപങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് കർഷക കലാപങ്ങള് ആരംഭിച്ചു. മനസ്സിലായോ? ഇത്രയും ഭാഗം മനസ്സിലായോ? മനസ്സിലായി സാർ. അതായത് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചത് ആരാണ്? അല്ലമ മുഹമ്മദ് ഇക്ബാൽ. ഇദ്ദേഹം ഏത് പോയട്രിയുടെ ആളാണ്? ഉറുദു പോയട്രിയുടെ ആളാണ്. ഉറുദു കവിയായ അല്ലമീൻ മുഹമ്മദ് ഇക്ബാൽ എന്ന കവി രചിച്ചതാണ് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാട്ട്. അവിടെ ഇദ്ദേഹം എന്ത് ചെയ്തു? തന്റെ കവിതകളിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയുടെ പ്രകൃതിയെയും അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും അതേപോലെ തന്നെ ജനങ്ങളുടെ ഐക്യത്തെയും അദ്ദേഹം എന്ത് ചെയ്തു? പാടി. അതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉണ്ടായിരുന്നത്. ജനങ്ങളുടെ ഐക്യത്തെക്കുറിച്ചും ഇന്ത്യയുടെ
പ്രകൃതി ഭംഗിയെ കുറിച്ചുമാണ്. അവിടെ ഇക്ബാലിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അവിടെ ഇത്തരത്തിലുള്ള രചനകളിലൂടെ, ഇവരുടെയൊക്കെ രചനകളിലൂടെ ഇന്ത്യ എന്നൊരൊറ്റ രാഷ്ട്രം എന്ന ചിന്ത ജനങ്ങൾക്കിടയില് ഉണ്ടായി. മനസ്സിലായോ? ഇത്തരത്തില് ഒരു ചിന്ത ജനങ്ങൾക്കിടയില് ഉണ്ടായി. വിവിധ ഭാഷകളിലെ കവികളും ആളുകളും രാജ്യസ്നേഹവും ദേശാഭിമാനവും ഒക്കെ തന്നെ തുളുമ്പുന്ന കൃതികളൊക്കെ തന്നെയാണ് രചിക്കപ്പെട്ടത് ആ സമയത്ത്. അത്തരം ചില കൃതികളും അവയുടെ രചയിതാക്കളും ഉണ്ട്. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കൃതികൾ എന്ന കോളത്തില് ഗോരയുണ്ട്, ഗീതാഞ്ജലിയുണ്ട്. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോഴേ അറിയാം ഇതിന്റെ രചന ആരായിരിക്കും. ഗോരയുടെയും ഗീതാഞ്ജലിയുടെയും. വെരി ഗുഡ്. അതിന്റെ കർത്താവ് എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഏത് ഭാഷകളിലായിരിക്കും രചിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് ഭാഷയിലായിരിക്കും? ബംഗാളി ഭാഷയിലാണ്, അല്ലേ? രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഈ കൃതികൾ രണ്ടും ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ കൃതികള് സേവാസദൻ, രംഗഭൂമി, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇതിന്റെ രചയിതാവ് പ്രേംചന്ദ് ആണ്. ആരാണ്? പ്രേംചന്ദ്. ഇത് ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടത്. അടുത്തത് കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. ഇതെഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇത് രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി, തമിഴ് കവിയാണ്. ഇത് ഏത് ഭാഷയിലാണ് ഈ ഇതൊക്കെ രചിക്കപ്പെട്ടത്? തമിഴിലാണ്. അടുത്തത് കൃതികള് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. എഴുതിയത് അൽതാഫ് ഹുസൈൻ ഖാലി. ഇത് ഉറുദു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ഏത് ഭാഷയിലാണ്? ഉറുദു ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടത്. മനസ്സിലായോ? ഉറുദു ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടത്. അടുത്തത് നിബന്ധമാലയാണ് കൃതി. എഴുതിയത് വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ. ഇത് മറാത്ത ഭാഷയിലാണ്. ഇത് മറാത്ത ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അടുത്തത് ഇന്ത്യയുടെ കരച്ചിൽ. ഇത് പേര് കേൾക്കുമ്പോഴേ അറിയാം നിങ്ങൾ ഒരു മലയാളിയായിരിക്കുമല്ലേ. രചിച്ചിട്ട് ഇന്ത്യയുടെ മഹാകവിയായിട്ടുള്ള വള്ളത്തോൾ. ഇത് മലയാള മനസ്സിലായോ? ഓക്കെ.
അപ്പോൾ നോക്കിയേ, കം ഫ്രണ്ട്, കം ഫോർവേഡ്, many poems and the songs which strengthen the nationalist movement were written in Malayalam. The most famous among them is Variga 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 Sahajari, written by the Amshit Narayan Pillai. വരിക വരിക സഹചരേ വലിയ സഹന സമരമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകണം. അതായത് വരിക വരിക സഹചരി സകല സമര സമരമായി കൈകളുറച്ചു കൈയൊടിച്ചു കാൽനടയ്ക്ക് പോകണം എന്നൊരു മുദ്രാവാക്യം തന്നെയുണ്ട്. നിങ്ങൾ അത് ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഇതൊരു എന്താ പറയാ, ഇതൊരു വിപ്ലവം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വിപ്ലവത്തിന്റെ ഫീലിംഗ് അല്ലേ തോന്നുന്നത്? റവല്യൂഷന്റെ ഫീലിംഗ് ആണ് നമുക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്, അല്ലേ? അങ്ങനെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകരുന്ന നിരവധി കൃതികളാണെന്ന് മലയാളത്തിൽ രചിക്കപ്പെട്ടത്. അക്കൂട്ടത്തില് ശ്രദ്ധേയമായ ഒന്നാണ് അംശി നാരായണപിള്ള രചിച്ചിട്ടുള്ള വരിക വരിക സഹചരെ എന്ന ഗാനശകലം. അതിലെ ഏതാനും വരികൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഓക്കെ. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം, അല്ലേ? കണ്ടോ? ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താണ് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്? എന്തായിരിക്കാം നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കാം ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്? എന്താടാ വിശാലേ, നിനക്ക് വല്ല ഫീലിംഗ് ഉണ്ടോ? വിവേകേ, നിനക്ക് വല്ല ഫീലിംഗ് ഉണ്ടോ? ഒരാവേശം തോന്നുന്നുണ്ട്, അല്ലേ? ആയുധം എടുക്കാൻ വല്ലതും ആണോടാ? ആ, നാളെ വന്ന് സമരം ഒന്നും ചെയ്തേക്കരുതേ. നാളെ ക്ലാസ് ഉണ്ടോ? നാളെ അവധി വല്ലതും പ്രഖ്യാപിച്ചോ? ഓ ഓ ഓ, നമ്മുടെ സ്കൂൾ അപ്പൊ സർക്കാർ അവധിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 9-നുണ്ടല്ലേ? സോ അപ്പൊ നാളെ രാവിലെയും ക്ലാസ് ഉണ്ടായിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ചാപ്റ്റർ തീർക്കണം. അപ്പോഴാ ആ മുദ്രാവാക്യം കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു വിപ്ലവത്തിന്റെ ഫീലിംഗ് ആണ്, അല്ലേ? നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വിപ്ലവകരമായ മുദ്രാവാക്യമാണ്. അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരി സകല സമര സമരമായി കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകണം. ഇങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാട്ട്? എവിടെ വെച്ചാണ്? ഇപ്പോഴാണ് പറയരുത്.
കവിതയായിട്ട് പഠിക്കാനുണ്ടോ? എത്ര ക്ലാസ്സില്? ഓക്കെ. സോ അങ്ങനെയാണ്. അതുപോലെ നിരവധി കവിതകളാണ് അക്കാലത്ത് മലയാളത്തിൽ രചിക്കപ്പെട്ടത്. ഓക്കെ, നിരവധി കവിതകളുണ്ടായിരുന്നു. അതിന്റെ ബാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കൺ തുറന്നു നോക്കുവിൻ, കണ്ടോ? കൺ തുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപട കുടില ഭരണകൂട. കടിച്ച പൊട്ടാത്ത വാക്കുകളൊക്കെ ആണോടാ? കപട കുടില ഭരണകൂട ഈ ക്ഷണം തകർക്കണം. കപട കുടില ഭരണകൂടം ഈ ക്ഷണം തകർക്കണം, അല്ലേ? കപടന്മാരും കുടില ബുദ്ധിക്കാരുമായ ഈ ഭരണകൂടത്തെ ഈ ക്ഷണം നമ്മൾ തകർക്കും. എങ്ങനെ തകർക്കും? തകർക്കാൻ ഇതിന്റെ കാസോ കപ്പുമല്ലോ. ആണോ? എങ്ങനെയായിരിക്കും ഭരണകൂടത്തെ തകർക്കുന്നത്? എങ്ങനെയായിരിക്കും? ആ ഭരണകൂടം തകരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതോ ഇല്ലേ? എന്താടാ, എല്ലാം ഉറങ്ങിപ്പോയോ? ദേവദത്ത, ഉറങ്ങിപ്പോയടാ? അപ്പോ ബാക്കി എല്ലാം ഇരുന്ന് ഉറങ്ങുക. ഇത് തന്നെ സ്ഥിരം പരിപാടി അവന്മാരുടെ, അല്ലേ? സോ ദേവദത്ത നോക്കിയോ? അപ്പോ അത് മനസ്സിലായല്ലോ. ഒരിക്കലും ബാക്കി കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിൽ ഒട്ടുമേ നിലച്ചിടാം, വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും, ഭയവിഹീനം അഖില ജനമാഗ്രഹിച്ചിറങ്ങണം. അവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇതുപോലെയുള്ള ആ പ്രവർത്തനം പറ്റുന്നവരൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണലിസം ഇൻ ആർട്ടാണ്. അതായത് കലയും ദേശീയതയുമാണ്. നമ്മൾ ഇത്രയും നേരം നോക്കിയത് ലിറ്ററേച്ചറും ദേശീയതയുമാണ്, അതായത് സാഹിത്യവും ദേശീയതയുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കലയും ദേശീയതയുമാണ്. മനസ്സിലായോ? മനസ്സിലായോ? This is a watercolor painting by Abanindranath Tagore. It depicts Bharat water giving food, cloth and knowledge to Indian masses. Inculcate patriotism in Indian minds. Under the influence of this painting artist
from various parts of the country. Pictured Bharat Mata, various fashion embedded with the map of India. Abanindranath Tagore tried to free Indian painting from the Western style and to promote nationalism is art painting based on Indian culture and tradition. For this, he started Indian Society of Oriental Arts in Calcutta. Bharat Mata, following the Western style, Raja Ravi Verma from Kerala visualized various scenes from the Indian epics and literature. Nandalal Bose, another artist, portrayed scenes from the Indian and events in history. His famous painting Sati, which visualized the dilemma of a who was forced to commit such social evils in India. This painting is touch Indian hearts and stimulated protest against these social evils. His another painting, Village Drama, was in Haripura section of the National Congress. In 1938, and was adopted as picture for the of the Congress. അതായത് ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ജലഛായ ചിത്രമായ ഇതാ അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ കൊടുത്തിട്ടുള്ള ചിത്രം ഭാരതമാത എന്ന ചിത്രങ്ങൾക്ക് മെസ്സേജ് ഇട്ടപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് 8:10 ശേഷം ആര് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചാലും ജോയിൻ ചെയ്യാൻ സാധിക്കുകയില്ലെന്ന്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജ് തരികയും അതിനുശേഷം ലിങ്ക് ഇടുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നറിയാം. എന്നാല് തോന്നുന്ന സമയത്ത് വന്നിട്ട് ഈ അറ്റൻഡൻസിന് വേണ്ടി മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ചില ആളുകളുണ്ട്. അത് ശരിയായ ഒരു നടപടിയല്ല.
ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ, ഓഫ്ലൈൻ ക്ലാസ് ആയിക്കോട്ടെ, അതിന് അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്. നിങ്ങൾ 10, 20, 30, 40 മിനിറ്റ് കഴിഞ്ഞ് വന്ന് കയറുമ്പോൾ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന തടസ്സം, അത് അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലാഗിങ് വരും. അവരെ അഡ്മിറ്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പം പറഞ്ഞുകൊണ്ടിരുന്ന എവിടെയാണെന്ന് ഞാനും വിട്ടുപോകും. ചിലപ്പോൾ ഞാൻ പറയാതിരിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു ശ്രദ്ധയിലേക്ക് പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. 7:55 ആയപ്പോഴും ഞാൻ ഓൺലൈന് വന്നു. ആ സമയത്ത് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. 8 മണി എന്ന് പറഞ്ഞാൽ പോലും ഞാൻ 5 മിനിറ്റ് നേരത്തെ എന്നാലും വരും. നിങ്ങളുടെ ആളുടെ അവസരം കളയുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ നിങ്ങള് കുറെ ചില ആളുകൾ, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ചില ആളുകള് അവരവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് കയറിയിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കും. സംഭവിക്കുന്നത്, ജോയിൻ ചെയ്യാൻ പറ്റാതെ പറയും, സാറേ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ മനഃപൂർവ്വമല്ല, റേഞ്ച് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവസാനം വേണേ പറഞ്ഞാണെങ്കിൽ സാർ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചില്ല എന്ന്. അത്തരത്തിലുള്ള യാതൊരു പരാതിക്കും അടിസ്ഥാനമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ക്ലാസ് ആവുമ്പോൾ നോക്കുക, ഇപ്പോൾ 1-2 പേര് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന് ഇത് പറയേണ്ടി വന്നത്. അപ്പോൾ ഇത്തരത്തില് കലാരംഗത്തും ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം, ആഹാരം, വസ്ത്രം, അറിവ് എന്നിവ നൽകുന്ന ഭാരത മാതാവിനെയാണ് അദ്ദേഹം വരച്ചത്. അപ്പോൾ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനിൽ ദേശസ്നേഹം വളരും. ആ തരത്തിൽ നമ്മെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനെ തുടർന്ന് ഭാരതമാതാവിന്റെ പല രൂപത്തിലുള്ള ചിത്രങ്ങൾ ഭൂപടങ്ങളിൽ ഉൾക്കൊള്ളിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ ചിത്രകല അന്ന് പാശ്ചാത്യ ചിത്രകലയുമായിട്ട് കൂടിക്കലർന്നു കിടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ആ ഇന്ത്യൻ ചിത്രങ്ങളെ പാശ്ചാത്യ ചിത്രകലാ രീതിയിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമാക്കണം എന്ന് ആഗ്രഹിച്ചു. ഭാരതീയ കാഴ്ചപ്പാടിനും അതേപോലെ തന്നെ ദേശീയ പാരമ്പര്യത്തിലൊക്കെ തന്നെ അടിയുറച്ച് പൗരസ്ത്യമായ യൂറോപ്യന്മാരുടെ ചിത്രകലയുടെ പ്രചാരണത്തിനുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കൽക്കട്ടയില് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്ന സ്ഥാപനം കൽക്കട്ടയിൽ സ്ഥാപിച്ചു. മനസ്സിലായോ? ബാക്കി ഭാഗം നമുക്ക് രാവിലെ എടുക്കാം. സമയം എത്രയായി? 9:14. ഓക്കെ, നിങ്ങൾ ഒരുപാട് 1 മണിക്കൂറോളമായി. സോ നാളെ രാവിലെയും ഇതേ മെത്തേഡിൽ തന്നെ ഈ ലിങ്ക് തന്നെ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് ലിങ്ക് ഇടില്ല കേട്ടോ. ആറ് മണിയാകുമ്പോൾ ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് നിന്നോണം. ഗൂഗിൾ മീറ്റുകാര് 5:50 മുതൽ നിങ്ങൾ സെപ്പറേറ്റ് ലിങ്ക് ഞാൻ ഇനി ഇടില്ല. നമ്മുടെ ക്ലാസ് നാളെ രാവിലെ ഉണ്ടായിരിക്കും. ഇനി യാതൊരു തരത്തിലുള്ള മെസ്സേജും ഞാൻ തരുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ലിങ്ക് തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നാളെ
5:50 ആകുമ്പോഴത്തേക്കും ഗൂഗിൾ മീറ്റുകാർക്ക് ക്ലാസ് റൂമിൽ പ്രവേശിക്കാവുന്നതാണ്. ടീച്ച്മെന്റുകാര് യഥാക്രമം ഇപ്പോൾ നടന്ന പോലെ തന്നെ 8 മണിക്ക് ഇതിന്റെ റെക്കോർഡഡ് വെർഷൻ ഇന്ന് തന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് ഞാൻ ഇവിടെ ടീച്ച്മെന്റിന്റെ അത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ അവിടെ ചിലവർക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്നൊരു വരുന്നപ്പോൾ അതവിടെ ഞാൻ വിസിബിൾ ആക്കി അത് ഞാനിപ്പോൾ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അവിടെ ടീച്ച്മെന്റ് പോയിട്ട് നോട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിന്റെ നോട്ട് ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഇവിടെ കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണം. PDF ഓപ്പൺ ആക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കി ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെങ്കിൽ ഞാൻ ഏത് വിധത്തിലും നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. പക്ഷെങ്കിൽ നിങ്ങൾ പഠിക്കാത്തതിന്റെ നിങ്ങൾക്ക് എന്ത് വേണം അത് ഞാൻ തരാം. പക്ഷെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. മനസ്സിലായല്ലോ? ആരും തന്നെ ആരെങ്കിലും ഒരാളെ നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് പോകാം. ഗൂഗിൾ മീറ്റുകാര് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക. അബിയ കെ മാമൻ അല്ലേ? ലെഫ്റ്റ് ചെയ്ത മോളെ. ഓരോരുത്തരും ഞാൻ പേര് വിളിക്കണം. നിങ്ങളാകുമ്പോഴാണല്ലോ ഈ പ്രശ്നം. നിങ്ങൾ ബി അല്ലേ? അവിടെ നിൽക്ക്. ആദർശാനേടാ? പ്രമോദൻ സംസാരിച്ചില്ലേ? എവിടെ ആയിരുന്നടാ? ഇവിടെ നടന്നതല്ലോ അറിഞ്ഞോ? ഓക്കെ, ലെഫ്റ്റ് ചെയ്ത കേട്ടോ. അഫ്സൽ നജീബ് ലെഫ്റ്റ് ചെയ്തോ. അക്ഷയ് മോൻ എന്തുവാടാ? ലെഫ്റ്റ് ചെയ്തോടാ. അക്ഷിത ലെഫ്റ്റ് ചെയ്യടാ. അക്ഷിത മോൾ. അലൻ കെ ഡാനിയൽ. അക്ഷിത മോളെ ലെഫ്റ്റ് ചെയ്തോ. നിങ്ങൾ രണ്ടുപേരും ലെഫ്റ്റ് ചെയ്യും. ലെഫ്റ്റ് ചെയ്യടാ. അമൃത TR. അമൃത അനഘ കർണൻ ലെഫ്റ്റ് ചെയ്ത മോളെ. അടുത്ത ആരാണ്? അനില മോഹൻ ലെഫ്റ്റ് ചെയ്ത മോളെ. അൻസില
അടുത്ത ആളാരാ? അരവിന്ദ് ആരടാ? ലെഫ്റ്റി. ആർദ്ര രാജു. അർജുൻ കേസ്. ലെഫ്റ്റ് ചെയ്ത മോനെ. അശ്വിന. ലെഫ്റ്റ് ചെയ്ത മോളെ. അടുത്തത് അടുത്ത ആളാരാ? മോനെ ലെഫ്റ്റ് ചെയ്തോടാ. അയന വിനോദ്. അയന വിനോദ്. ലെഫ്റ്റ് ചെയ്ത മോളെ. ക്രിസ്റ്റീൻ. ദേവദത്തൻ. ഓക്കെ, ലെഫ്റ്റ് ചെയ്ത മോനെ. കണ്ടടാ ലെഫ്റ്റ് ചെയ്തോടാ. എന്നാ ആര്? ആകാശ് മോനെ ലെഫ്റ്റ് ചെയ്തോടാ. ആൻസ് തോമസിന് ലെഫ്റ്റ് ചെയ്തോ. മോളെ പേര് മാറ്റണം കേട്ടോ. പേര് കറക്റ്റ് അക്കൗണ്ടിൽ കയറണം, അല്ലെങ്കിൽ ഇത് ആരും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അവിടെ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കി താഴോട്ട് പോയത് കേട്ടോ. ഇവാഞ്ചലി മോളല്ലേ? ഓക്കെ, അങ്ങനെ കേറുവാണെങ്കിൽ നേരത്തെ എന്നെ ഇൻഫോം ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് ചെയ്തോ. അന്ന. ഓക്കെ, ലെഫ്റ്റ് ചെയ്തോ മോളെ. ജെറിനെയാ ലെഫ്റ്റ് ചെയ്തോടാ മോനെ. ലെഫ്റ്റ് ചെയ്തോടാ. ജെറിഷ ജേക്കബ്. മെൽബിൻ സാമൂൽ ലെഫ്റ്റ് ചെയ്തോ. മെറിൻ ജോൺ. മിഥുൻ ടി കെ ലെഫ്റ്റ് ചെയ്തോ. വിവേക് വിശാലെ. മതി, അത് അടി കിടക്കുന്നോണ്ടാടാ. ഇനിയിപ്പോ രാവിലെ കാണണേ. കേറിയില്ല നിന്നെയൊക്കെ ഞാൻ പിടിച്ചു. നാളെ വരും, മറ്റന്നാൾ വരുമ്പോ ഞാൻ പിടിച്ചോളാം. ഓക്കെ. യെസ്, അപ്പോ ടീച്ച്മെന്റുകാരെ നമുക്ക് പോകാം.